ഇന്നത്തെ ദിവസം നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറണ്ടില്ല. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അറിഞ്ഞ കറണ്ടില്ലെന്ന്. പക്ഷേ അയലത്തുള്ളവർ പറഞ്ഞാണ് അറിഞ്ഞത്. ഇന്നലെ രാത്രി 12 മണിക്ക് പോയതാണെന്ന് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് രാത്രിയിൽ 12 മണിയൊക്കെ ആയപ്പോൾ ആരോ കാറും കൊണ്ട് ഓടിച്ചിട്ട് പോസ്റ്റിലങ്ങാണ്ട് ഇടിച്ച് മൊത്തം താറുമാറായി കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളെന്നാണ് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ഇന്ന് സ്കൂളുള്ള ദിവസമല്ലേ, അപ്പോൾ എല്ലാം ഗ്യാസിലിട്ട് ഉണ്ടാക്കേണ്ടി വന്നു. ചോറും ഒക്കെ വെച്ചിരിക്കുന്നതേ ഉള്ളായിരുന്നു. അത് തിളപ്പിച്ച് ഊറ്റാനും എല്ലാത്തിനും ഗ്യാസ് എടുക്കേണ്ടി വന്നു. അതൊരു സങ്കടം. പിന്നെ നമ്മുടെ ആഷ്മിക്കാണെങ്കിൽ ചോറ് കൊണ്ടുപോകാനും ചമ്മന്തിയും തൈരും മതി എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അതില്ലാതെ അവൾ പോകത്തില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മിക്സി അരയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ അരകല്ല് എടുത്തുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പഴയ വീട്ടിൽ കിടക്കുക. പിന്നെ ഞാൻ ഇന്നലത്തെ രസവും മെഴുക്ക് പുരട്ടിയും മീൻ വറുത്തതൊക്കെ ആയിട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ട്. വലിയ തൃപ്തി ഇല്ലായിരുന്നു. എത്രയും പെട്ടെന്ന് അരകല്ല് നമുക്ക് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ അത് അരകല്ലൊരു ആവശ്യമായിട്ട് വന്നിരിക്കും കേട്ടോ. കറണ്ടൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് അരയ്ക്കണമെങ്കിലേ അരകല്ല് വേണം. അത് പിള്ളേർ വേണ്ട. പിന്നെ ഞാൻ ആ റോക്കിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ റോക്കിയോട് ഈ കൂട്ടി കയറരുതെന്നേ. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. വേണ്ടേ, ഇന്നും വന്നിരിപ്പുണ്ട്. ദാണ്ടിരിക്കുന്നുണ്ട്. അവരുടെ തൊട്ട് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അവർ കുറേ നേരം കുരച്ച് എന്നിട്ടിപ്പം പൂച്ചയുടെ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കുക. നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നേരം കുരയായിരുന്നു. പൂച്ചയ്ക്ക് ഒരു മൈൻഡിലെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും അത് നിർത്തി. ഞാൻ അങ്ങോട്ട് ചെന്ന് കാണിക്കാം. ഞാനിപ്പോൾ അടുത്തോട്ട് വന്നപ്പോഴാണ് ഭയങ്കര ആത്മാർത്ഥത പൂച്ചയുടെ കാര്യത്തിൽ. അല്ല അവിടെ കണ്ടു ഒന്നും ഉണ്ടാകുന്നവരാ. ഞാൻ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ സമ്മതിക്കുമോ? നിന്നോട് ആര് പറഞ്ഞു റോക്കി ഈ കൂട്ടിക്കയറാ? നിൻ്റെ കൂടെ അപ്പുറത്താണ് എൻ്റെ പാവം പപ്പി ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട്. നിങ്ങൾ വേറെ കൂടായിരുന്നോ? നിന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് കയറാനേ? നിന്നോട് പല അവനെ കയറാൻ പറയുമ്പോഴല്ലോ അവൻ ഈ കൂട്ടിലേ വന്ന് കയറത്തുള്ളൂ. അവനുള്ള കൂടെ അപ്പുറമാണ് അല്ലേ പപ്പി ഒറ്റയ്ക്ക് കിടന്ന് ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ മിക്കും ഉണ്ട്, പിങ്കും ഉണ്ട്. പിന്നെ നീ എന്തിനാ ഇവിടെ? അവർക്ക് രണ്ടും കൂട്ടുണ്ട്. പപ്പിക്ക് മാത്രം ആരുമില്ല. നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു റോക്കി കേട്ടോ. നിന്നോട് ആര് പറഞ്ഞു ഈ കൂട്ടി വന്ന് കയറാൻ? ഞാൻ ആരുടെ കയറ്റിയെങ്കിൽ നിന്നെ ഇതിനകത്ത് കയറാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അമ്മയാണ് കയറ്റിയതെന്ന്. അതുകൊണ്ടാ. എന്തുവാ പൂച്ച കണ്ടിട്ട് എന്തുവാ അനങ്ങാതിരിക്കുന്നത്? പൂച്ചയ്ക്ക് മിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയില്ല ഇല്ലേ? ആ സഹിച്ചോ. എടാ വിലയൊക്കെ പോയി കേട്ടാ. കറണ്ട് ഇതുവരെ വന്നില്ല കേട്ടാ. അപ്പോൾ ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ മിക്കുമോളെ. സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ